ഉപാസന. യേശുവിൽ സഹോദരങ്ങളെ, ഇന്ന് ഉപാസനയിൽ നാം ചിന്തിക്കുന്നത് ദൈവത്തെ അനുസരിക്കുക എന്ന വിഷയമാണ്. ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം വളർത്തുന്നത് അനുസരിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ്. ഒട്ടേറെ വ്യക്തികൾ ക്രൈസ്തവ സന്യാസ ജീവിതം നയിക്കുന്നവരുണ്ട്. 3 പ്രധാനപ്പെട്ട വ്രതങ്ങളാണ് ഒരു ക്രൈസ്തവ സന്യാസി സാധാരണയായി എടുക്കാറുള്ളത്: ദാരിദ്ര്യവും, അനുസരണവും, ബ്രഹ്മചര്യവും. സാധാരണ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 വ്രതങ്ങളിൽ ഏറ്റവും ക്ലേശകരവും പൊതുജനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു വ്രതം ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും പേര് പറയുന്നത് അനുസരണമോ ദാരിദ്ര്യമോ ആയിരിക്കില്ല, ബ്രഹ്മചര്യമായിരിക്കും. എന്നാൽ ഏറ്റവും ക്ലേശകരമായ ഒരു വ്രതബദ്ധ ജീവിതം എന്ന് പറയുന്നത് അനുസരണം ആണ് എന്നുള്ളതാണ് സത്യം. കാരണം അനുസരിക്കാതെ ഒരു ക്രൈസ്തവ സന്യാസിക്ക്, ഒരു ഷമ്മാശന്, ഒരു ബ്രദറിന് ഒരു പക്ഷേ അവന് ദാരിദ്ര്യം അഭ്യസിക്കാൻ കഴിഞ്ഞേക്കാം. അനുസരിക്കാതെ അവൻ ബ്രഹ്മചാരിയായും ജീവിച്ചേക്കാം. അനുസരിക്കാത്ത ബ്രഹ്മചാരി എന്ന് പറയുന്നത് തന്നിഷ്ടപ്രകാരം കല്യാണം കഴിക്കാത്തൊരു ജീവിതം മാത്രമാണ്. അനുസരിക്കാത്ത ഒരു ദാരിദ്ര്യ ജീവിതം എന്ന് പറയുന്നത് നിഷേധാത്മകമായ പണം വേണ്ടെന്ന് വെക്കുന്ന, സമ്പത്ത് വേണ്ടെന്ന് വെക്കുന്ന ഒരു ജീവിതം മാത്രമാണ്. സത്യത്തിൽ ആത്മീയ ജീവിതത്തിൽ ദൈവം ഒരാളെ വളർത്തുന്നത് അനുസരിപ്പിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അനുസരണം മറ്റെല്ലാ പ്രധാനപ്പെട്ട വ്രതങ്ങളെക്കാൾ അധികവും പ്രധാനപ്പെട്ട പല മൂല്യങ്ങളെക്കാളും ഉയർന്ന പ്രാധാന്യം കർത്താവ് കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം, ബൈബിൾ പറയും അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. എല്ലാ ബലികളിലും മനുഷ്യൻ സാധാരണയായി കൊടുക്കാറുള്ളത് അവൻ്റെ കയ്യിലുള്ളതാണ്. അവൻ്റെ കയ്യിലുള്ള പണം, അവൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള മൃഗങ്ങൾ, അവൻ കാഴ്ചയായി അർപ്പിക്കുന്നത് പലതും അവന് പുറത്തുള്ളതാണ്. എന്നാൽ അനുസരണത്തിൽ സംഭവിക്കുന്നത് അവൻ അവനെ തന്നെയാണ് കൊടുക്കുന്നത്. അവൻ്റെ ഈഗോയെയാണ്, അവൻ്റെ അഹത്തെയാണ്. ഓരോ വ്യക്തിയും എന്ന് പറയുന്നത് അവൻ്റെ അഹമാണ്, അവൻ്റെ ഈഗോ ആണ്. ഞാൻ ഇന്നതുപോലെ ചിന്തിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, ഞാൻ ഇങ്ങനെയാണ് ഈ കാര്യത്തെക്കുറിച്ച് കരുതുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 100 കണക്കിന് കമൻറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സഹോദരങ്ങളെ, ഈഗോയുടെ മേലുള്ള കടന്നുകയറ്റമാണ് സത്യത്തിൽ അനുസരിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മേലുള്ള, നമ്മുടെ സ്വന്തമാണെന്ന് കരുതുന്ന, ഞാൻ ചിന്തിക്കുന്നതിൻ്റെ മേലുള്ള ഒരു ആധിപത്യം ദൈവം പുലർത്തുന്നു. ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം ഈ മൂല്യം പഠിപ്പിക്കും. ബലിയേക്കാൾ പ്രധാനപ്പെട്ടതായി അനുസരണം ദൈവം ഉയർത്തിക്കാണിച്ചു. 2 പ്രധാനപ്പെട്ട ഇതിൻ്റെ തലങ്ങൾ ഈ സമയം നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, അനുസരണം എന്നുള്ളത് സ്വന്തം കണക്ക് കൂട്ടലുകളുടെ മേലുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ്. എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും സമൂഹ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചുമെല്ലാം ചില കണക്കുകൂട്ടലുകളുണ്ട്. എന്നാൽ അനുസരിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ദൈവം നമ്മുടെ സ്വന്തം കണക്കുകൂട്ടലുകളുടെ മേൽ ഒരു കൈവയ്ക്കും. ബൈബിളിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിലാണ്. വിശ്വാസികളുടെ പിതാമഹനായ അബ്രാഹത്തേക്കാൾ, അല്ലെങ്കിൽ അബ്രാഹത്തെ പോലെ തന്നെ വലിയ സമ്പന്നനാണ് മകനായ ഇസഹാക്കും. ഒട്ടേറെ ഭൂമിയുണ്ട്, ആടുമാടുകളുണ്ട്, ജോലിക്കാരുണ്ട്, മക്കളുണ്ട്. അങ്ങനെ വളരെ സമൃദ്ധമായി ഇസഹാക്ക് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇസ്രയേലിൽ വലിയൊരു ക്ഷാമമുണ്ടാകുന്നു. ക്ഷാമമുണ്ടായാൽ അന്നും ഇന്നും സാധാരണയായി ആളുകൾ ആ ദേശത്തു നിന്നും ക്ഷാമമില്ലാത്ത ഒട്ടേറെ മരുപ്പച്ചയുള്ള ഭൂമിയിലേക്ക് യാത്രയാകും, ഒട്ടേറെ സാധ്യതകളുള്ള മണ്ണിലേക്ക് യാത്രയാകും. അങ്ങനെ ഇരിക്കെ ഇതാ ഇസഹാക്കും സ്വന്തം നാടായ ഇസ്രയേലിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു. അവൻ നോക്കുമ്പോൾ അവൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ യാത്രയായി. ഒട്ടേറെ മൃഗങ്ങൾ ആ സമയം തന്നെ ചത്തൊടുങ്ങിക്കഴിഞ്ഞിരുന്നു. ജോലിക്കാർ പലരും ജോലി നിർത്തി അന്യനാട്ടിലേക്ക് പോയിരുന്നു. കാരണം അവർക്ക് കുടിക്കാനായിട്ടൊന്നുമില്ല, ഭക്ഷിക്കാനായിട്ടൊന്നുമില്ല. ഇങ്ങനെ പോകാൻ പിറ്റേ ദിവസം പോകാം എന്ന് കരുതിക്കൊണ്ട് കിടന്നുറങ്ങുന്ന രാത്രിയിലാണ്
ഇസഹാക്കിന് ദൈവം ഒരു സ്വപ്നം കൊടുക്കുന്നത്. ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു, ഇസഹാക്കെ, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ്. നീ ഒരിക്കലും ഈ നാട് വിട്ട് ഈജിപ്തിലേക്ക് പോകരുത്. ഇസഹാക്കിന് മനസ്സിലായില്ല. കാരണം എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് എൻ്റേതായ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടെന്നാണ് ഇസഹാക്ക് പറയുന്നത്. ഞാൻ കരുതുന്നു മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും ഇത്തരത്തിലുള്ള നാട്ടിലേക്ക് യാത്ര ചെയ്തെങ്കിലേ സുഖകരമായിട്ട് ജീവിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ തുടങ്ങി ഇസഹാക്ക് പല വിധത്തിലും ന്യായീകരണങ്ങൾ പറയാൻ തുടങ്ങി. വീണ്ടും അവൻ തിരിഞ്ഞു കിടന്നു. അപ്പോഴും അവന് കിട്ടുന്ന ദർശനവും സ്വപ്നവും ഇത് തന്നെ: ഇസഹാക്കെ, നീ ഒരിക്കലും ഈജിപ്തിലേക്ക് പോകരുത്. സഹോദരങ്ങളെ, ഇസഹാക്ക് വിശ്വാസത്തിൻ്റെ പിതാമഹനായ അബ്രാഹത്തിൻ്റെ പുത്രനായതുകൊണ്ടും പിതാവിനെ പോലെ തന്നെ ദൈവത്തിൽ ശരണം വെക്കുന്നവനായതുകൊണ്ടും സ്വന്തം കണക്കുകൂട്ടലുകളുടെ മീതെ ദൈവം കൈവച്ചപ്പോൾ, സ്വന്തം ഈഗോയുടെ മേൽ ദൈവം കൈകടത്തിയപ്പോൾ അവൻ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഈ ദേശം വിട്ടു പോവുകയില്ല. സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞു. കഥ കംപ്ലീറ്റായിട്ട് മാറുകയാണ്. നാളുകൾ കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും ഉൽപ്പത്തി പുസ്തകം 26-27 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ ആളുകളെല്ലാവരും മറുനാട്ടിലേക്ക് യാത്രയായെങ്കിലും അവിടെ തന്നെ ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിച്ച ഇസഹാക്കിൻ്റെ മരുഭൂമിക്ക് സമാനമുള്ള ആ മണ്ണിൽ 100 മേനി ഫലം ചൂടുവാൻ ദൈവം അവസരം കൊടുത്തു. ഒരു വ്യക്തിയെ ദൈവത്തിന് അനുഗ്രഹിക്കണമെങ്കിൽ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒരു വ്യക്തിയുടെ കർഷക മണ്ണ് അനുഗ്രഹിക്കണമെങ്കിൽ എപ്പോഴും വെള്ളം കിട്ടുന്ന മണ്ണാകണമെന്ന് നിർബന്ധമില്ല. നിന്റെ വിളഭൂമിയിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവം മരുഭൂമിയെ മരുപ്പച്ചയാക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം വിപരീതമായ സാഹചര്യങ്ങളെപ്പോലും അനുകൂലമായ വിധത്തിൽ ഫലം നൽകുന്ന ദൈവമാണ്. ദൈവത്തിന് സാഹചര്യങ്ങൾ പ്രശ്നമല്ല. ദൈവം സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ടല്ല ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്. ദൈവത്തെ അനുസരിക്കാൻ ആരൊക്കെ തയ്യാറാകുന്നുണ്ടോ അവരുടെ മേൽ ദൈവത്തിൻ്റെ കരം വരും. നിങ്ങൾക്കറിയാവുന്നതാണ് മോശയുടെ സംഭവം. ചെങ്കടൽ പിളർക്കാൻ വേണ്ടി പോകുന്ന നേരത്ത് അവനോട് പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഉണക്ക വടിയാണ്, ആ ഉണക്ക വടി നീട്ടിപ്പിടിക്കുക. സഹോദരങ്ങളെ, ബുദ്ധിയിൽ മാനുഷികമായി നോക്കിയാൽ ഒരു ഉണക്ക വടി നീട്ടിപ്പിടിച്ചാൽ എന്ത് സംഭവിക്കാനാണ്? ഇന്ന് നമുക്കറിയാം, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കാര്യം ദൈവം പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചെങ്കടൽ പോലുള്ള വിപരീതമായ സാഹചര്യങ്ങൾ വിഭജിക്കപ്പെടാമെന്ന്. പക്ഷെ മോശയുടെ കാലത്ത് അതിനു മുമ്പുള്ള യാതൊരു ചരിത്രത്തിലും അങ്ങനൊരു സംഭവമില്ല. പക്ഷേ ദൈവം പറയുന്നത് മോശ അനുസരിച്ചു, അത് അവൻ അനുഗ്രഹമായി മാറി. ആരെല്ലാം സ്വന്തം കണക്ക് കൂട്ടലുകളെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിധേയപ്പെടുത്തിക്കൊണ്ട് ദൈവ തിരുമനസ്സിന് വിധേയപ്പെടുവാൻ മനസ്സ് കാണിക്കുന്നുവോ അത്തരം വ്യക്തികളെ ദൈവം ഏറെ അനുഗ്രഹിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അനുഗ്രഹീത ഫ്രാൻസിസ്കൻ വിശുദ്ധനായ വിശുദ്ധ പാദ്രോ പിയോ ഒട്ടേറെ സ്വർഗീയമായ വരദാനങ്ങൾ ഉണ്ടായിരുന്ന വിശുദ്ധാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാന കാണാൻ, അദ്ദേഹം വിശുദ്ധ ബലി അർപ്പിക്കുന്നത് കാണാൻ തലേ ദിവസം പോലും ആളുകൾ ബസ്സിലും മറ്റു കാൽനടയായും യാത്ര ചെയ്ത് ആശ്രമത്തിൻ്റെ വരാന്തകളിലും മറ്റു മുറികളിലുമൊക്കെ സ്ഥാനം തേടുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത്തരം ഉന്നതമായ സ്വർഗീയ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന പാദ്രോ പിയോയോട് അദ്ദേഹത്തിൻ്റെ അധികാരികൾ പറഞ്ഞു, പബ്ലിക്കായി കുർബാന ചെല്ലരുത്, പബ്ലിക്കായി ആളുകളുമായി ഒരു വിധത്തിലും സംസാരിക്കാനായിട്ട് പോകരുത്. സഹോദരങ്ങളെ, പാദ്രോ പിയോ ഉന്നതമായ സ്വർഗീയ വരദാനങ്ങളുള്ള വ്യക്തിയാണ്. പക്ഷേ അധികാരികളിലൂടെ ദൈവം സംസാരിച്ചത് ഈ അനുഗ്രഹീത പുരോഹിതൻ അനുസരിച്ചു എന്ന് മാത്രമല്ല, ഏതാണ്ട് 7 വർഷക്കാലം അദ്ദേഹം അധികാരികൾ പറഞ്ഞതനുസരിച്ച് രഹസ്യമായ ഒരു മുറിയിൽ താമസിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ നാളുകൾ ദൈവം അദ്ദേഹത്തെ ഒരുപാട് വളർത്തി. ഏറ്റവും പഞ്ചക്ഷതധാരിയായും ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തിയായും പാദ്രോ പിയോ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം വളർത്തി. നമ്മൾ ഓർക്കണം, സ്വന്തം കണക്ക് കൂട്ടലുകളെയും സ്വന്തം ഈഗോയുടെ മേലും ദൈവം തൻ്റെ കരം പ്രയോഗിക്കുന്ന സമയത്ത് തന്നെ വിധേയപ്പെടുത്തുന്ന വ്യക്തികളാണ് ആത്മീയമായ ജീവിതത്തിൽ വളർന്നു പന്തലിക്കുന്നത്. രണ്ടാമതായി, അനുസരിക്കാൻ ദൈവം പഠിപ്പിക്കുമ്പോൾ സ്വന്തം
അനുഭവ സമ്പത്തുകളുടെ മേൽ ദൈവം അവൻ്റെ കൈവയ്ക്കും. സ്വന്തം അനുഭവ സമ്പത്തുകളുടെ സമൃദ്ധിയിൽ ജീവിക്കുന്നവരോട് ദൈവം പറയും, നിൻ്റെ അനുഭവ സമ്പത്തുകളൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇന്ന വിധത്തിൽ നിൻ്റെ മേൽ പ്രവർത്തിക്കുമെന്ന്. ബൈബിളിൽ ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്ന സംഭവമാണ്. സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ എന്ന് പറയുന്ന വ്യക്തി. നാമാൻ വളരെ ശക്തിയും ധീരതയുമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെയാണ് അവന് കുഷ്ഠരോഗം ബാധിക്കുന്നത്. കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ ഇസ്രയേൽ ദേശത്ത് അത്ഭുത സിദ്ധിയുള്ള ഏലീഷ എന്ന് പറയുന്നൊരു പ്രവാചകൻ ഉണ്ട് എന്ന് സൈന്യാധിപനായ നാമാനെ അറിയിക്കുകയാണ്. നാമാൻ കൂട്ടുകാരോടും സുഹൃത്തുക്കളോടുമായിട്ട് പറഞ്ഞു, നമുക്കവിടെ പോകണം, ഇസ്രയേൽ ദേശത്തെ ദൈവപുരുഷനായ ഏലീഷായിൽ നിന്നും സൗഖ്യം സ്വീകരിക്കാൻ അവിടം വരെ പോകണം. അങ്ങനെ പറഞ്ഞുറപ്പിച്ച ദിവസം ഒട്ടേറെ കുതിരകളും രഥങ്ങളുമായി ആഘോഷകരമായി ഏലീഷ താമസിക്കുന്ന ഇടത്തിലേക്ക് യാത്രയാവുകയാണ്. യാത്ര ചെയ്ത് ഏലീഷ താമസിക്കുന്ന ഭവനത്തിൻ്റെ മുമ്പിൽ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഏലീഷ പ്രവാചകൻ ഒരു ദൂതനെ അവിടേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതാ നാമാൻ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. സഹോദരങ്ങളെ, ദൂതൻ ഈ വാക്കുകൾ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നാമാന് വലിയ കലിപ്പും വലിയ ദേഷ്യവുമാണ് തോന്നിയത്. കാരണം അവൻ ഉടനെ തന്നെ പറയാൻ തുടങ്ങി, എന്താണ്, ഞങ്ങളുടെ ദേശത്ത് വേറെ നല്ല കുളം നദിയുമില്ലാത്തത് കൊണ്ടാണോ ഈ ജോർദാൻ പോലുള്ള നദിയിൽ, ചെറിയ ഒരു നദിയിൽ എന്നോട് മുങ്ങിക്കുളിക്കാനായിട്ട് പറഞ്ഞത്? സത്യത്തിൽ അങ്ങനെയാണോ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ഏലീഷ പ്രവാചകൻ കടന്നു വന്ന് കൈവച്ച് ഇസ്രയേലിൻ്റെ ശക്തനായ ദൈവത്തിൻ്റെ പേരിൽ പ്രാർത്ഥിക്കണ്ടേ? സഹോദരങ്ങളെ, അനുഭവ സമ്പത്താണ് സത്യത്തിൽ നാമാൻ ഇത് പഠിപ്പിച്ചത്. നാമാൻ്റെ മനസ്സിലുണ്ട്, സൗഖ്യം കിട്ടണമെങ്കിൽ ഈ വിധത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കാര്യം നടക്കുന്നത്. എന്നാൽ ദൈവം അവൻ്റെ അത്തരത്തിലുള്ള ഒരു അനുഭവ സമ്പത്തിൻ്റെ ഈഗോയുടെ മേൽ കൈകടത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, വളരെ സിമ്പിളായൊരു കാര്യം ചെയ്താൽ മതി എന്ന്. സഹോദരങ്ങളെ, ഇവൻ കിടന്ന് ദേഷ്യപ്പെടുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ദൂതൻ നാമാനോട് പറഞ്ഞു, അല്ലയോ സഹോദര, സത്യത്തിൽ ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് എങ്കിൽ അങ്ങത് ചെയ്യുമായിരുന്നു. പക്ഷേ വളരെ സിമ്പിളായൊരു കാര്യമല്ലേ എലീഷ പ്രവാചകൻ പറഞ്ഞത്? ആ നദിയിൽ പോയി, ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക, നിൻ്റെ കുഷ്ഠം മാറുമെന്ന്. എന്തുകൊണ്ട് ഇത്രയും എളിയ ഒരു കാര്യം പറഞ്ഞിട്ട് നീ ചെയ്യുന്നില്ല? എന്തുമാകട്ടെ, അവസാനം നാമാൻ അത് തയ്യാറായി. അവിടെ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ച് എഴുന്നേൽക്കുമ്പോൾ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ ശരീരം മുഴുവൻ അടുത്തയിടെ ജനിച്ച ഒരു ശിശുവിൻ്റെ ബോഡിയെപ്പോലെ ആയിരുന്നുവെന്ന്, ശരീരം പോലെ ആയിരുന്നുവെന്ന്. സത്യത്തിൽ ഒരു വലിയ കാര്യമാണ് ഈ പ്രവാചകനോട് പറഞ്ഞിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഈ സൈന്യാധിപനോട് പറഞ്ഞിരുന്നത് എങ്കിൽ അവനത് ചെയ്യുമായിരുന്നു. ചെറിയ കാര്യം പറഞ്ഞപ്പോൾ ഇവൻ ഇടറാനുള്ള കാരണം എന്താണ്? സത്യത്തിൽ സഹോദരങ്ങളെ, വലിയ കാര്യങ്ങൾ ചെയ്യാനല്ല നമുക്ക് ബുദ്ധിമുട്ട്, ചെറിയ കാര്യങ്ങൾ ചെയ്യാനാണ്. ചെറിയ കാര്യങ്ങളുടെ മേലായിരിക്കും പലപ്പോഴും നമ്മളുടെ ഈഗോ അടങ്ങിയിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു നോമ്പ് കാലത്ത് ഇറച്ചി മീനും ഒഴിവാക്കുക, ഇതൊരു പക്ഷേ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാകണമെന്നില്ല. പ്രത്യേകിച്ചും ബോഡിയൊക്കെ സ്ലിമ്മാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത്തരത്തിൽ നോമ്പ് കാലത്തിലൊരു ശീലം പ്രാക്ടീസ് ചെയ്യും. അല്ലെങ്കിൽ ഇറച്ചിയിലെല്ലാം പ്രശ്നമുണ്ടെന്ന് കാണുമ്പോൾ അതും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ കാര്യം ഒഴിവാക്കും. പക്ഷേ നിങ്ങളുടെ നോമ്പ് കാലത്ത് നിങ്ങൾ ഒരു നോമ്പ് ആചരിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഗാഡ്ജറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലീവ് എടുക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ കഴിയുമോ? അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫാസ്റ്റിംഗ് സാധ്യമാണോ? സത്യത്തിൽ ചെറിയ കാര്യങ്ങൾ മാറ്റിവെക്കാനാണ് ബുദ്ധിമുട്ട്, വലിയ കാര്യങ്ങൾ മാറ്റിവെക്കാനല്ല. ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഫാസ്റ്റിംഗ് എടുക്കാനാണ് വലിയ കാര്യങ്ങളിൽ നിന്ന് ഫാസ്റ്റിംഗ് എടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട്. ഞാൻ ഓർക്കുന്നു, സെമിനാരി പഠനകാലത്ത് ഞങ്ങൾ 3 പേര് പഠനം കഴിഞ്ഞ് സെമിനാരിയിൽ ജോയിൻ ചെയ്തവരുണ്ട്. ഒരാൾ എഞ്ചിനീയർ ആയിരുന്നു, ഒരാൾ PhD കഴിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു, പിന്നെ ഞാൻ എൻ്റെ PG കഴിഞ്ഞിട്ടുള്ള പഠനം കഴിഞ്ഞ ആളും. അങ്ങനെ 3 പേര് കൂടി സെമിനാരിയിൽ ചേർന്നു. അങ്ങനെ ഇരിക്കെ നോവിഷ്യേറ്റ് കാലത്ത് ബഹുമാനപ്പെട്ട അക്കാലത്ത് റെക്ടർ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ജോലി ഏൽപ്പിക്കുകയാണ്. ജോലി എന്താണ്? ജോലി നിങ്ങൾ പോയി ഇന്ന വയലിൽ ഞാറ് നടണം. സത്യത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല.
എന്താണ് കുർബാന എടുക്കേണ്ട കൈ കൊണ്ട് ഞാറ് നടുകയോ? ഞാറ് നട്ടാൽ എങ്ങനെ ഞങ്ങൾ ഞാറിട്ടാൽ ശരിയാവും? ഒന്ന് നമുക്കത് അറിഞ്ഞുകൂടെ ചെയ്യാൻ. രണ്ടാമതായി PhD പഠിച്ച ആൾ പറഞ്ഞ്, ദൈവമേ, ഞാൻ തത്വശാസ്ത്രത്തിൽ PhD പൂർത്തിയാക്കാൻ പോകുന്ന ആളാണ്, എന്നെക്കൊണ്ടാണ് ഞാറ് നടിപ്പിക്കുന്നത്. വേറൊരാൾ പറഞ്ഞു, ഇത് വേറെ പിള്ളേരോ പണിക്കാരോ ഇല്ലേ? സത്യത്തിൽ അതിനേക്കാൾ വലിയൊരു കമ്മിറ്റ്മെൻ്റ് അല്ലേ അവരവരുടെ ജീവിതത്തിൽ എടുത്തത്? തീർച്ചയായിട്ടും ശരിയാണ്. ഉന്നതമായ പഠനം വേണ്ട എന്ന് വെച്ചാണ് സത്യത്തിൽ അവർ സെമിനാരിൽ ജോയിൻ ചെയ്തത്. പക്ഷേ ഒരു ചെറിയ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒഴിവാക്കാൻ പറ്റാതെ പോകുന്നത്? കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഈഗോ അവർ അപ്പോഴും സമർപ്പിച്ചിട്ടില്ല. അവരുടെ പഠനം അവർ സമർപ്പിച്ചു, അവരുടെ സാധ്യതകൾ അവർ സമർപ്പിച്ചു, പക്ഷെ അപ്പോഴും അവരുടെ അഹന്ത, അവരുടെ ഈഗോ അവർ സമർപ്പിച്ചിട്ടില്ല. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഏതൊരു മകനെയും മകളെയും ദൈവം വളർത്തുന്നത് ഇതുപോലുള്ള ഒരു ആത്മീയ ശീലത്തിൽ അവനെ പിടിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ്. ഓരോ വൈദ്യനും രോഗിക്ക് വ്യത്യസ്തമായ പഥ്യങ്ങളാണ് കൽപ്പിക്കുന്നത്. എല്ലാവർക്കും ഒരേ പഥ്യമല്ല കൽപ്പിക്കുന്നത്. ഉദാഹരണത്തിന് 3 പേർക്ക് പനി ഉണ്ടെന്നിരിക്കുക. 3 പേരും കാണുന്നത് ഒരേ വൈദ്യനെയാണെന്ന് വിരിക്കുക. പക്ഷേ വൈദ്യൻ ഓരോരുത്തരുടെയും ശരീരം പരിശോധിച്ചിട്ട് അവർക്ക് പറ്റുന്ന വിധത്തിലാണ് മരുന്ന് കൊടുത്ത് പഥ്യം നിശ്ചയിക്കുന്നത്. ഇത് വൈദ്യൻ്റെ വിസ്ഡമാണ്. ഇത് ദൈവമെന്ന് പറയുന്ന വലിയൊരു വൈദ്യൻ്റെ വിസ്ഡമാണ്. ആത്മീയ ജീവിതത്തിൽ നീ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അത് നിശ്ചയിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അതിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ ആത്മീയ ജീവിതത്തിൽ ദൈവം നമ്മളെ വളർത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അനുഗ്രഹീത വിശുദ്ധനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ ജീവിതത്തിൽ പറയപ്പെടുന്ന ഒരു വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയമായ ഒരു സന്യാസ സമൂഹം രൂപപ്പെടുത്തിയ ആളാണ്. സന്യാസ സമൂഹം രൂപപ്പെടുത്താനുള്ള ആഗ്രഹം അന്നത്തെ ബിഷപ്പ് സ്റ്റബിലിനിയുടെ അടുത്ത് ബോധിപ്പിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് റിട്ടേണായ ഒരു പെർമിഷൻ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ഈ പെർമിഷൻ സ്വീകരിച്ച് അന്ന് കാടായിരുന്ന മാന്നാനം കുന്ന് അവിടെ ചെന്ന് കാടെല്ലാം മാറ്റി വെട്ടി നിരപ്പാക്കി അവിടെ പതുക്കെ ഒരു ആശ്രമം പണിയാൻ, ഒരു താപസ ഭവനം പണിയാനുള്ള ഉദ്യമത്തിലാണ് വാഴ്ത്തപ്പെട്ട വിശുദ്ധനായ ചാവറയച്ചൻ. വിശുദ്ധനായ ചാവറയച്ചൻ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ആർച്ച് ബിഷപ്പ് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആശ്രമമൊക്കെ പണിതോ, കാരണം നിങ്ങൾക്ക് നേരത്തെ ബിഷപ്പ് അനുവാദം തന്നിരിക്കുന്നതാണ്, പക്ഷേ ഞാൻ പറയുന്ന പള്ളിയിൽ പോയി നിങ്ങൾ ജോലി ചെയ്യണം. അങ്ങനെ വിശുദ്ധനായ ചാവറയച്ചനെ പള്ളിപ്പുറം പള്ളിയുടെ വികാരിയാക്കി. കൂട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ പോരൂക്കരയച്ചൻ, അദ്ദേഹമാണ് വിവിധങ്ങളായ കേരളത്തിലെ പള്ളികളിൽ പോയി ധ്യാനിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന ചെറിയ പൈസ, വേതനമായി കിട്ടുന്ന ചെറിയ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആശ്രമം പണിയാനായിട്ടുള്ള ഫണ്ടിങ് കൊടുക്കുന്നത്. കുറച്ച് ദിവസം ആളുകൾ കഴിഞ്ഞപ്പോൾ ആർച്ച് ബിഷപ്പിന് തോന്നി ഇവരങ്ങനെ വിട്ടാൽ പോരാ, ഈ പോരൂക്കര അച്ഛനെയും ഒരു പള്ളി ഏൽപ്പിക്കണം. അങ്ങനെ അന്നത്തെ കൊല്ലം രൂപതയിൽ ഒരു പള്ളി കൊണ്ടുപോയി പോരൂക്കര അച്ഛനെ ഏൽപ്പിച്ചു. അപ്പോൾ പോരൂക്കര അച്ഛന് ധ്യാനം പ്രസംഗിക്കാൻ പോകുന്നില്ല, ഫൈനാൻസ് കണ്ടെത്താനുള്ള യാതൊരു സാധ്യതകളുമില്ല. കൂട്ടത്തിൽ മൽപ്പാനായി ഒരു ടീച്ചറായി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അച്ഛൻ പാലക്കൽ അച്ഛനാണ്. പാലക്കൽ അച്ഛൻ രോഗം വന്നും കിടക്കുന്നു. സഹോദരങ്ങളെ, അങ്ങനെ 3 പേരും ഒരു പ്രത്യേകമായ സ്ഥിതിയിലായതുകൊണ്ട് അവർക്ക് ദൈവം കൊടുത്ത ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഒരുപാട് ഈഗോയിൽ ആശ്രയിച്ച് തന്നിഷ്ടമനുസരിച്ച് പോകുന്ന ആളാണെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ഒരുപക്ഷെ ആർച്ച് ബിഷപ്പിനോട് മറുതലിച്ചുകൊണ്ട് പറയും, ഞങ്ങൾക്ക് റിട്ടേണായ പെർമിഷൻ നേരത്തെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പോയി ഞങ്ങൾ താപസഭവനം പണിയും, ഞങ്ങൾ വേറെ പള്ളിയിലൊന്നും ആക്കരുത് എന്ന്. പക്ഷേ വിശുദ്ധനായ ചാവറയച്ചൻ പറഞ്ഞു, അല്ല, നിർബന്ധമായും ആർച്ച് ബിഷപ്പിന് ഞാൻ വിധേയപ്പെടണം. ആർച്ച് ബിഷപ്പ് ഹൗസിൽ പല പ്രാവശ്യം അദ്ദേഹം കയറിയിറങ്ങി. ചരിത്രം പറയുന്നത് പല വിധത്തിലുള്ള അനാവശ്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അക്കാലത്ത് അറിയപ്പെടുന്ന വേറൊരു വൈദികനായിരുന്നു വർക്കി എന്ന് പറയുന്നൊരു അച്ഛൻ. അദ്ദേഹം ഒരു ജൂനിയർ പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ സ്വന്തം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന പള്ളിയായ പള്ളിപ്പുറത്തെ പള്ളി ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പോയി മാന്നാനം കുന്നിൽ ആശ്രമം പണിയട്ടെ എന്നാണ് ചാവറയച്ചൻ പറയുന്നത്. പക്ഷേ ആർച്ച് ബിഷപ്പ് പറഞ്ഞു, പറ്റില്ല, അദ്ദേഹം തന്നെ അവിടെ പോകണം. പല പ്രാവശ്യവും പല ആട്ടും തുപ്പലിനും വിധേയമായി ഏറെ വിപരീതമായ സാഹചര്യങ്ങളിലൂടെ ചാവറയച്ചൻ കടന്നുപോയി. ഒരു ദിവസം
അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഹൗസിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇറക്കി വിടുന്ന സമയത്താണ് അദ്ദേഹം പുറത്ത് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇന്നാണ് എൻ്റെ മൊണാസ്റ്റിക് അസറ്റിസിസം ആരംഭിക്കുന്നത്. ഇന്നാണ് ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ സഭ ആരംഭിക്കാനുള്ള അടിത്തറ പണിയുന്നത് എന്ന്. സ്വന്തം അഹം തന്നെ അർപ്പിച്ചുകൊണ്ടാണ്, കൊടുത്തുകൊണ്ടാണ് ഈ ആശ്രമം കെട്ടിപ്പടുക്കാൻ വിശുദ്ധനായ ചാവറയച്ചൻ തന്നെ സമർപ്പിച്ചത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നാളുകൾ കഴിഞ്ഞപ്പോൾ സഭ മുഴുവൻ വണങ്ങുന്ന, ഭാരതസഭ എന്നല്ല ആഗോള സഭ തന്നെ വണങ്ങുന്ന അനുഗ്രഹീത വിശുദ്ധാത്മാവാക്കി വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് എലിയാസച്ചനെ മാറ്റിയത്. ഇതാ നമ്മുടെ മേൽ, നമ്മുടെ സ്വന്തമെന്ന് കരുതുന്ന പലതിൻ്റെ മേലും ദൈവം കൈവയ്ക്കും. ഈ കൈവയ്ക്കുന്ന നേരത്ത് കുതറാതെ അനുസരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ എങ്കിൽ ആത്മീയ ജീവിതത്തിൽ വളരുന്ന വ്യക്തികളായി നമ്മൾ മാറും. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശോളം, കുരിശുമരത്തോളം വിധേയപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, എല്ലാ കാലത്തും പിതാവിൻ്റെ ഇഷ്ടം സ്നേഹത്തോടെ നിർവഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ. ആമേൻ. ഉപാസന ഉപാസന. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ, ഈ ഭൂവിനായി ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നുമെൻ നേരവും ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നുമെൻ നേരവും ആരാധന. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ പാപം നീക്കാൻ സ്വർഗത്തിലെ പിതാവ് അയച്ച ഏകജാതൻ ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മോട് കൂടെ. സ്നേഹത്തോടു കൂടി നമുക്ക് അവനെ നോക്കാം. വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായി അവനിൽ അർപ്പിക്കാം. കുരിശുമരത്തോളം അവൻ തന്നെ താഴ്ത്തി കീഴ്വഴങ്ങി അനുസരണയുള്ളവനായി എല്ലാ കാര്യത്തിലും പിതാവിൻ്റെ ഹിതത്തിന് തന്നെ അർപ്പിച്ചു. കർത്താവേ, ആദ്യ മാതാപിതാക്കൾ അനുസരണക്കേടിൻ്റെ മക്കളായിരുന്നുവെങ്കിൽ നിന്നിലൂടെ അത് പൂർത്തിയായി. സ്വർഗത്തിലെ പിതാവിന് എങ്ങനെ അനുസരിക്കണമെന്ന് നീ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. നിന്നെ അനുസരിക്കാൻ പിന്നീട് വന്ന എല്ലാവരെയും നീ നിരന്തരം പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അതെ, അവനെ അനുസരിക്കുന്നവരെയാണ് അവൻ ബഹുമാനിക്കുന്നത്. നിങ്ങൾ എന്നെ ആദരിച്ചാൽ
ഞാൻ നിങ്ങളെയും ആദരിക്കുമെന്ന് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം. നിങ്ങൾ എന്നെ ബഹുമാനിച്ചാൽ ഞാൻ നിങ്ങളെയും ബഹുമാനിക്കുമെന്ന് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം. അബ്രാഹാം ദൈവത്തെ അനുസരിച്ചു. അതിനാൽ അവൻ വിശ്വാസത്തിൻ്റെ പിതാമഹനായി രൂപാന്തരപ്പെട്ടു. ഇസഹാക്ക് ദൈവത്തെ അനുസരിച്ചു. അതുകൊണ്ട് ഇന്നും അവൻ്റെ നാമം അൾത്താരകളിൽ നാം ഉച്ചരിക്കുന്നു. യാക്കോബ് ദൈവത്തെ അനുസരിച്ചു. അതുകൊണ്ട് ഇന്നും അവൻ ശ്രദ്ധേയനായ വ്യക്തിയായി കരുതപ്പെടുന്നു. അമ്മ മറിയം ദൈവത്തെ അനുസരിച്ചു. അതുകൊണ്ട് ആ മറിയത്തെ വാനോളം ദൈവം പുകഴ്ത്തി. അനുസരിക്കുന്നവരെല്ലാം കൃപയുള്ളവരാണ്. അനുസരിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഈശോയെ, അങ്ങയെ അനുസരിക്കാതെ പോയിരിക്കുന്ന സമയങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയെ അനുസരിക്കുവാൻ, അങ്ങയുടെ ഇഷ്ടം തേടുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ രൂപാന്തരപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ മനസ്സിന് സമ്പൂർണമായി അർപ്പിക്കാൻ, ദൈവേഷ്ടം തേടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമേ. നമുക്ക് ഈശോയോട് ഹൃദയത്തിൽ പറയാം, ഈശോയെ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറട്ടെ. ഈശോയെ, എൻ്റെ ആഗ്രഹമല്ല, അങ്ങയുടെ ആഗ്രഹം മാത്രം എന്നിൽ സംഭവിക്കട്ടെ. ഈശോയെ, എൻ്റെ അഹന്തയല്ല, നിന്റെ തിരുവിഷ്ടം മാത്രം എന്നിൽ സംഭവിക്കട്ടെ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടന്നേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടൻ യേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഞങ്ങളുടെ ഇഷ്ടങ്ങളെ അങ്ങയുടെ മുമ്പിലേക്ക് അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ ഇഷ്ടം മാത്രം ഞങ്ങളിൽ നിറവേറട്ടെ. സ്വർഗത്തിലെ അപ്പൻ്റെ ഇഷ്ടം മാത്രം ഞങ്ങളിൽ സംഭവിക്കട്ടെ. ഞങ്ങളുടെ അനുസരണക്കേടിനെ അവിടുന്ന് പരിഹരിക്കണമേ. ഞങ്ങളുടെ പരിമിതികളെ അവിടുന്ന് ഉന്മൂലനം ചെയ്യണമേ. അങ്ങയെ അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവഹിതം എല്ലാത്തിലും അന്വേഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യരാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങേക്ക് പ്രിയപ്പെട്ടവരാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങേക്ക് ഇഷ്ടപ്പെട്ടവരാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങയുടെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. ആരാധന 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 ആരാധന